having seeking a line of credit. So these everyone is interacting with a term of global financial grid. However, we must acknowledge the fundamental tension. How this grid have been created. This grid have been created on a foundation of riba, which riba that concept in our faith it is in our faith this kind of riba is a forbidden one. So this creates an existential paradox. So how do we live as a person of faith in a world, in a financial world, by on a biometrically opposed ethics? So here comes our seminar title, the jurisprudential the the jurisprudential parameters of Muslim willingness with convention banking institutions. So I would like to welcome our esteemed guest to the stage, who is Dr. Jafar Hudavi. He serves as the head of the Department of Islamic Finance at Darul Huda Islamic University. He also his voices also leads to he also voice also leads for the bridges for the gap between the traditional fiqh and the contemporary economic. So please welcome our guest Jafar Hudavi, sir. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, സമകാലിക സാമ്പത്തിക പ്രശ്നങ്ങളെ അധികരിച്ച് ശരിയ ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന മഹത്തായ സെമിനാറിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പഠനത്തിലും അനുബന്ധ കാര്യങ്ങളിലുമൊക്കെ അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട പല വിഷയാവതരണങ്ങളും ഇവിടെ നടന്നു കഴിഞ്ഞു. നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിമിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ബാങ്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. പണം നിക്ഷേപിക്കാനും പണം കൈമാറ്റം ചെയ്യാനും പണം സമ്പാദിക്കാനുമൊക്കെ ബാങ്കിംഗ് സംവിധാനത്തെ ആളുകൾ വളരെ കൂടുതലായി തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ബാങ്കിംഗ് ഇടപാടുകളും ബാങ്കിംഗ്
സൗകര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാമോ അതല്ലെങ്കിൽ എത്രത്തോളം നമുക്കതിനെ ആശ്രയിക്കാമെന്ന വിഷയം വർദ്ധിച്ച പ്രാധാന്യത്തോടു കൂടി നമ്മളൊക്കെ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ബാങ്കിംഗ് സംവിധാനം വ്യവസ്ഥാപിതമായി ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രാകൃത രൂപം വളരെ മുമ്പ് തന്നെ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് അതിൻ്റെ ചരിത്രവും മറ്റും വായിക്കുമ്പോൾ മനസ്സിലാവും. BC 2000 വരെ ബാങ്കിങ്ങിന് സമാനമായിട്ടുള്ള ഇടപാടുകൾ ജനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കച്ചവടക്കാരും കർഷകരുമൊക്കെ അവരുടെ കൃഷിക്കും കച്ചവടത്തിനും ആവശ്യമായിട്ടുള്ള വിളകൾ, ധാന്യങ്ങൾ കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തത് മുതലാണ് ബാങ്കിങ്ങിൻ്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് എന്നാണ്. ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനം നമ്മൾ പരിശോധിക്കുമ്പോൾ ആവശ്യത്തിലധികം പണമുള്ള ആളുകളെ പണം സ്വീകരിച്ച്, നിക്ഷേപം സ്വീകരിച്ച് അത് ആവശ്യക്കാർക്ക് കൈമാറുന്ന ഒരു പ്രവർത്തനമാണ് ബാങ്കുകൾ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു പുറമെ വേറെയും ഒരുപാട് സർവീസുകൾ, സേവനങ്ങൾ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ബാങ്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആകത്തുക എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് അത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മൗലികമായ ധർമ്മമാണ് ബാങ്കുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പണം കടം കൊടുക്കുക എന്നത് മതപരമായി ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടനേകം ഹദീസുകളിൽ പണം കടം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചില ഹദീസുകളിൽ കാണാം, വെറുതെ കൊടുക്കുന്നതിനേക്കാൾ 18 ഇരട്ടി പ്രതിഫലം കടം കൊടുക്കുന്നതിന് കിട്ടുമെന്ന്. മറ്റു ചില ഹദീസുകളിൽ പറയുന്നത് 2 തവണ കടം കൊടുക്കുന്നത് 1 തവണ സൗജന്യമായി കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അപ്പൊ കടം കൊടുക്കുന്നതിന് വലിയ പ്രാധാന്യവും അതുപോലെ തന്നെ മഹത്വവുമൊക്കെ പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ആളുകൾ അവർക്കിടയിൽ പരസ്പരം ചെയ്യേണ്ട ഈ കടമിടപാട് എന്ന് പറയുന്ന ഈ ഒരു ദൗത്യമാണ്, സേവനമാണ് യഥാർത്ഥത്തിൽ ബാങ്കുകൾ ഏറ്റെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് ശരിക്കും പറഞ്ഞാൽ കടം കൊടുക്കാനും വാങ്ങാനും ഉള്ള ആളുകളുടെ താല്പര്യത്തെ അത് ഒന്നുകൂടി സജീവമാക്കി നിലനിർത്തുന്ന ഒരു കേന്ദ്രമാണ് എന്ന് നമുക്ക് ബാങ്കിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ബാങ്കുകൾ പ്രവർത്തനം ആരംഭിച്ച കാലം തൊട്ട് തന്നെ അതിൻ്റെ മതവിധിയെക്കുറിച്ചും മുസ്ലിം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ബാങ്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അന്ന് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന പല ടേമുകളും പദങ്ങളുമാണ് ഇന്നും അതിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ ബാങ്ക് ഡെപ്പോസിറ്റ് എന്നാണ് പറയാറുള്ളത്. സത്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ബാങ്കിൽ പണം കൊടുക്കുന്നത് ഡെപ്പോസിറ്റായി എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബാങ്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കകാലത്ത് നടന്നിരുന്ന ഒരു പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വാക്ക് പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ആവശ്യത്തിലധികം പണമുള്ള ആളുകൾ ഈ പണം സൂക്ഷിക്കാൻ മറ്റു ചില വ്യക്തികളെ ചുമതലപ്പെടുത്തുമായിരുന്നു. അപ്പോൾ പലരും ഇവരെ പണം ഏൽപ്പിക്കും. അങ്ങനെ പലരിൽ നിന്നും സമാഹരിച്ച് കിട്ടിയ വലിയ തുക ഈ ആളുകൾ ആവശ്യക്കാർക്കിടയിൽ വിതരണം ചെയ്യും. അങ്ങനെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ പേരിൽ
അവരിൽ നിന്ന് ഏതാനും സംഖ്യ ഇവർ ഈടാക്കും. പക്ഷെ ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണം ഉപയോഗിച്ച് ഇവർ വരുമാനമുണ്ടാക്കുന്നു എന്ന് നിക്ഷേപകരറിയുമ്പോൾ സ്വാഭാവികമായും അവർ പണം കൊടുക്കാൻ വിസമ്മതിക്കും. അപ്പൊ ആ ഒരു പ്രശ്നത്തിനുള്ളൊരു പരിഹാരം എന്ന നിലക്ക് കടം വാങ്ങിയവരിൽ നിന്ന് സമാഹരിക്കുന്ന സംഖ്യയിൽ നിന്ന് നിശ്ചിത ശതമാനം പണം കൊടുത്ത ആളുകൾക്ക്, നിക്ഷേപകർക്ക് കൊടുക്കാൻ ഈ പണം സൂക്ഷിക്കുന്ന ആളുകൾ തയ്യാറായി. അതാണ് പിന്നീട് വ്യവസ്ഥാപിത രൂപം പ്രാപിച്ച് രൂപം പൂണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ബാങ്കിങ് സംവിധാനത്തിലേക്ക് മെല്ലെ മെല്ലെ വഴിമാറുന്നു. അപ്പൊ ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് ഇസ്ലാമികമായി ഇത് സാധുവാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പഴയ കാലം തൊട്ട് തന്നെ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് സംവിധാനം പ്രചാരത്തിൽ വന്ന കാലം തൊട്ട് തന്നെയുള്ള പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാങ്ക് ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നു. ഈ നിക്ഷേപം സ്വീകരിക്കുമ്പോൾ തന്നെ പല രൂപത്തിലുള്ള നിക്ഷേപങ്ങൾ നമുക്ക് ബാങ്കിൽ കാണാൻ കഴിയും. നമുക്കൊക്കെ അറിയുന്നതാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിക്ഷേപമാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന നിക്ഷേപം. FD എന്ന ചുരുക്കപ്പേരിലും അതിനെ നമ്മൾ വിളിക്കാറുണ്ട്. പലപ്പോഴും ബാങ്കുകൾ വളരെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിക്ഷേപമാണ് FD. ചില ആളുകൾ പണമില്ലാതെ പ്രയാസപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോകുമ്പോൾ പണയം വെച്ച് സ്വർണമോ മറ്റൊക്കെ പണയപ്പെടുത്തി ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്കുകാർ കൊടുക്കുന്ന നിർദ്ദേശം, നിങ്ങൾ ഈ ലോണായി എടുത്ത സംഖ്യ ഇവിടെ തന്നെ നിങ്ങൾ FD ആയി നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഓരോ മാസവും വലിയ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കും. ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നിങ്ങളെടുത്ത ലോണിലേക്ക് നിശ്ചിത സംഖ്യ പലിശ അടച്ചാലും അത്യാവശ്യം നിങ്ങളുടെ ചെലവിന് വേണ്ട സംഖ്യ നിങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ബാങ്കുകാർ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അക്കൗണ്ടാണ്, ഒരു ഡെപ്പോസിറ്റാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. അതുപോലെ തന്നെ ബാങ്കിലുള്ള മറ്റൊരു ഡെപ്പോസിറ്റാണ് സേവിംഗ് ഡെപ്പോസിറ്റ്. ഫിക്സ്ഡ് ആകുമ്പോൾ നിശ്ചിത തുക പ്രത്യേകമായ സമയങ്ങളിൽ ഇങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും. നിശ്ചിത കാലാവധിക്ക് മുമ്പ് അതൊരിക്കലും നിക്ഷേപകന് തിരിച്ചെടുക്കാൻ പറ്റില്ല. മറ്റൊന്നാണ് സേവിംഗ് ഡെപ്പോസിറ്റ്. സേവിംഗ് ഡെപ്പോസിറ്റിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ നിന്ന് വ്യത്യസ്തമായി പലിശ അല്പം കുറയും. കാരണം ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനെ പോലെ നിശ്ചിത കാലത്തിന്റെ മുമ്പ് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന നിയമം ഉണ്ടാകില്ല. പക്ഷെ ആവശ്യാനുസരണം നേരത്തെ വിവരം അറിയിച്ച് സേവിംഗ് അക്കൗണ്ട് ആണെങ്കിൽ അതിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയും. അവിടെയും നിക്ഷേപകന് നിശ്ചിത സംഖ്യ ബാങ്ക് നൽകുന്നുണ്ട് വരുമാനമായി. പിന്നെയുള്ള മറ്റൊരു ഡെപ്പോസിറ്റാണ് കറന്റ് അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡെപ്പോസിറ്റ്. ആ സംഖ്യ തീർത്തും പലിശയില്ലാതെ, വരുമാനമില്ലാതെ ഉടമ എപ്പോൾ ചോദിച്ചാലും തിരിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് കറന്റ് അക്കൗണ്ടിന്റെ സംവിധാനം. പിന്നെയും വേറെ കുറെ അക്കൗണ്ടുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഇടപാടിനെ വിലയിരുത്തുമ്പോൾ ഇത് ഏത് ഇടപാടായിട്ടാണ് നമുക്ക് പരിഗണിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ കർമ്മശാസ്ത്രപരമായിട്ടുള്ള നിയമങ്ങളും മറ്റൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു കടം കൊടുക്കുന്ന ഇടപാടാണ് എന്നാണ്. മാത്രമല്ല ബാങ്കിനെ പരിചയപ്പെടുത്തുന്നതും ആ രൂപത്തിലാണ്. ബാങ്കിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ലെൻഡിങ് ആൻഡ് ബോറോയിങ്, കടം കൊടുക്കുക വാങ്ങുക എന്നതാണ് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്നത്. ആ ഒരു നിലയിൽ നമ്മൾ ഈ ബാങ്ക് ഇടപാടിനെ കാണുമ്പോൾ ആവശ്യത്തിലധികം പണമുള്ള ആളുകൾ ബാങ്കിനെ പണം ഏൽപ്പിക്കുന്നു. ആ പണം എടുത്ത് അവർ ആവശ്യക്കാർക്ക് കടം കൊടുക്കുന്നു. അവരിൽ നിന്ന് വലിയ ഒരു സംഖ്യ അവർ പലിശ ഇനത്തിൽ ഈടാക്കുന്നു.
ആ ഈടാക്കിയ പലിശയിൽ നിന്ന് അവർ കുറച്ചു ഭാഗമെടുത്ത് ബാക്കിയുള്ള ഭാഗം നിക്ഷേപകന് കൊടുക്കുന്നു. ഇങ്ങനെയാകുമ്പോൾ ബാങ്ക് നിക്ഷേപം അത് ഒരു അഖ്ദുൽ ഖർള് അല്ലെങ്കിൽ കടത്തിന്റെ ഇടപാട് എന്ന രൂപത്തിലാണ് നമുക്കതിനെ കാണാൻ കഴിയുക. അപ്പം അങ്ങനെ നമ്മൾ ബാങ്കിന് കടം കൊടുക്കുകയാണെങ്കിൽ ആ കടത്തിന്റെ പേരിൽ നമുക്ക് ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ബെനഫിറ്റ് ഏത് പേരിലാണെങ്കിലും നമുക്ക് തരുമ്പോൾ അത് കടത്തിന്റെ പേരിലുള്ള ഒരു മംഫഅത്ത് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഇൻട്രസ്റ്റ് പലിശ എന്ന രൂപത്തിലേക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നൊരാൾ പണം ആവശ്യപ്പെടുമ്പോൾ ബാങ്ക് അയാൾക്ക് ആവശ്യമുള്ള തുക കൊടുക്കുന്നു. ആ കൊടുത്ത തുകയുടെ പേരിൽ അയാളിൽ നിന്ന് നിശ്ചിത സംഖ്യ അധികം വാങ്ങിയാണ് ബാങ്ക് ആ ഇടപാട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിൽ നമ്മൾ നടത്തുന്ന ഇടപാടിനെ കടം എന്ന രൂപത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ലഭിക്കുന്നത് പലിശയാണ്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നൊരാൾ ലോൺ എടുത്തതിൻ്റെ പേരിൽ, കടമെടുത്തതിൻ്റെ പേരിൽ അയാൾ അധികം നൽകേണ്ടി വരുന്നത് പലിശയാണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ കഴിയും. പക്ഷേ ഈ ബാങ്ക് പലിശയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് ഫത്വകളും അതുപോലെ തന്നെ ഒരുപാട് ചർച്ചകളും നടന്നിട്ടുണ്ട്. ചില ഫത്വകൾ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ബാങ്കിലെ ഇടപാട് കടം ഇടപാടാണ്, അതുകൊണ്ട് അത് പലിശയാണ് എന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റു ചില ഫത്വകൾ ബാങ്കിന് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ കടമാകും? സാധാരണഗതിയിൽ കടം വാങ്ങൽ സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകളാണല്ലോ, ദരിദ്രന്മാരാണല്ലോ കടം വാങ്ങുക. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പിന്നെ ബാങ്ക് എന്തിന് കടം വാങ്ങണം? അപ്പോൾ ഖനിയായ ഒരാൾക്ക് ആരെങ്കിലും കടം കൊടുക്കുമോ എന്ന് തുടങ്ങിയുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ശുബഹാത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ബാങ്ക് നിക്ഷേപം എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഡെപ്പോസിറ്റ് എന്ന് പറയാൻ കാരണം ഈ ബാങ്ക് ഇടപാടിൻ്റെ ആദ്യഘട്ടത്തിൽ അത് കേവലം ഡെപ്പോസിറ്റ് ആയിരുന്നു. പൈസ ഉള്ള ആൾക്കാർ പൈസ സൂക്ഷിക്കാൻ ഒരാളെ ഏൽപ്പിക്കും. പക്ഷെ പിന്നീട് ഈ സൂക്ഷിക്കാൻ ഏറ്റെടുത്ത ആളുകൾ അതിൽ ഇടപാടുകളും തസറുഫാത്തുകളും തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ രൂപവും സ്വഭാവവും മാറുന്നത്. പക്ഷെ ആ പഴയ ടേം, ആ സൂക്ഷിപ്പ് നിക്ഷേപം എന്ന പേര് തുടർന്നും നിലനിർത്തിപ്പോന്നു എന്നതാണ് ബാങ്കിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി അതിനെ നിക്ഷേപം എന്ന് നമ്മൾ പറയുമ്പോൾ കർമ്മശാസ്ത്രപരമായി അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഊദിയ വദിയതൻ ഫലാ ളമാന അലൈഹി. ആരടുത്തെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അതിൻ്റെ പേരിൽ പിന്നെ അയാളെ ഭാഗത്ത് നിന്ന് വീഴ്ചയൊന്നും കൂടാതെ അത് നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ്. കാരണം ഒരു സാധനം സൂക്ഷിക്കാൻ ഏറ്റെടുത്ത വ്യക്തി ആ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ സ്ഥാനത്താണ് എന്നാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥൻ
തൻ്റെ വസ്തു എത്രത്തോളം സൂക്ഷ്മമായി അതിനെ സൂക്ഷിക്കും, അതേപോലെ ചെയ്യുന്ന ഒരാളാണ് അതിനെ സൂക്ഷിക്കാൻ ഏറ്റെടുത്ത ആളും. അപ്പം അതുകൊണ്ട് അയാളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയോ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് നിന്ന് അലംഭാവമോ ഒന്നും കൂടാതെ ആ വസ്തു നഷ്ടപ്പെട്ട സൂക്ഷിക്കാൻ ഏറ്റെടുത്ത ആൾക്ക് അതിൻ്റെ പേരിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടാൽ അയാളത് തിരിച്ചു തരേണ്ട ആവശ്യമില്ല എന്നതാണ് സൂക്ഷിപ്പ് സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള നിയമം. കാരണം അങ്ങനെ ഒരാൾ സൂക്ഷിക്കാൻ ഏറ്റെടുത്ത് അയാളെ വീഴ്ചയൊന്നും കൂടാതെ അത് നഷ്ടപ്പെട്ടാലും അയാൾ തിരിച്ചു തരണം എന്നാകുമ്പോൾ സൂക്ഷിപ്പ് സ്വത്ത് ഏറ്റെടുക്കാൻ പിന്നെ ആരും തയ്യാറാവില്ല. അപ്പം അതുകൊണ്ട് സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന വലിയൊരു നന്മ അത് നഷ്ടപ്പെട്ടു പോകും എന്നതുകൊണ്ടാണ് സൂക്ഷിപ്പ് സ്വത്തിൻ്റെ പേരിൽ സൂക്ഷിപ്പുകാരൻ ബാധ്യത ഏറ്റെടുക്കേണ്ടതില്ല എന്ന ഒരു നിയമം വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ നമ്മൾ ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന നിക്ഷേപത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ കൊടുത്ത നിക്ഷേപം അത് എന്തുതന്നെ സംഭവിച്ചാലും തിരിച്ചു തരണം എന്ന ബാധ്യത ബാങ്ക് ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ബാങ്കിങ് നിയമം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നശിച്ചു പോയാലും അതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി അത് ബാങ്ക് നിർവഹിക്കണം എന്നാണ്. അപ്പോൾ ഒരു നിക്ഷേപത്തിൻ്റെ ഗണത്തിൽ നമ്മൾ ബാങ്ക് വദീയത്തിൻ്റെ സൂക്ഷിപ്പ് സ്വത്തിൻ്റെ ഗണത്തിൽ നമ്മൾ ബാങ്ക് നിക്ഷേപത്തെ കാണുകയാണെങ്കിൽ സൂക്ഷിപ്പ് സ്വത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമം അവിടെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഒരാൾ എന്തെങ്കിലും ഒരു വസ്തു സൂക്ഷിക്കാൻ ഏറ്റെടുത്താൽ അത് സൂക്ഷിക്കുക എന്നത് മാത്രമാണ് അയാളുടെ ഉത്തരവാദിത്തം. അതിൽ മറ്റു ഇടപാടുകളോ ക്രയവിക്രയങ്ങളോ ഒന്നും ചെയ്യാൻ സൂക്ഷിക്കാൻ ഏറ്റെടുത്ത ആൾക്ക് ഉത്തരവാദിത്തമില്ല, അനുവാദമില്ല. പക്ഷെ ബാങ്കിൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ എന്താ, സൂക്ഷിപ്പ് സ്വത്ത് എന്ന് പറഞ്ഞാലും എന്ത് പേര് പറഞ്ഞാലും ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാലും അവരത് വാങ്ങി നേരെ അതിൽ ഇടപാടുകൾ നടത്തുകയാണ്, മറ്റുള്ള ആളുകൾക്ക് അത് കടം കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ സൂക്ഷിക്കാൻ ഏറ്റെടുത്ത ഒരു വസ്തുവിൽ ഒരാൾ സ്വന്തമായിട്ട് ക്രയവിക്രയം നടത്താൻ തുടങ്ങിയാൽ അതിന് പിന്നെ സൂക്ഷിപ്പ് സ്വത്തിൻ്റെ ഹുക്കുമല്ല, അതിന് കടത്തിൻ്റെ ഹുക്കുമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന പേരിൽ വാങ്ങുന്നു, പിന്നെ അത് ബാങ്ക് അതിൽ ഇടപാടുകൾ നടത്തുന്നു. അപ്പോൾ അത് കടം വാങ്ങിയ സംഖ്യയുടെ ധനത്തിൻ്റെ ഹുക്കുമിലേക്ക്, വിധിയിലേക്ക് അത് മാറും. കടം വാങ്ങിയ ഒരു വസ്തുവിൻ്റെ ഹുക്കും എന്താണ്? ഒരാൾ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കടം വാങ്ങിയാൽ അത് നശിച്ചാലും എത്ര കാലം കഴിഞ്ഞാലും വാങ്ങിയ സംഖ്യ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ അയാൾക്ക് ബാധ്യത ഉണ്ട്. അപ്പോൾ ബാങ്കിൽ നമ്മൾ നടത്തുന്നത് സൂക്ഷിപ്പാണ്, നിക്ഷേപമാണ് എന്നൊക്കെ പറഞ്ഞാലും ബാങ്ക് അതിൽ ഇടപാട് നടത്തുന്നു. മാത്രമല്ല ആ സൂക്ഷിച്ച സംഖ്യ ബാങ്കിന് തിരിച്ചു തരൽ നിർബന്ധവുമാകുന്നു എന്നതൊക്കെ പരിഗണിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ബാങ്ക് നിക്ഷേപത്തെ കേവലം ഒരു സൂക്ഷിപ്പ് എന്ന നിലയിൽ നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാങ്കിലെ നിക്ഷേപം അത് പലിശയല്ല, മറ്റു ഇടപാടുകളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ശ്രമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പല പണ്ഡിതന്മാരും ആ രൂപത്തിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്തിന് നമ്മൾ കടം കൊടുക്കണം എന്നൊരു ചോദ്യം. ബാങ്കിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, കടം കൊടുക്കൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ബാങ്കിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ആ ബാങ്ക് ധനികനാണ്, ഖനിയാണ്, ഖനീന് എന്തിനാ കടം കൊടുക്കുന്നത്? പക്ഷേ നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ കടം കൊടുക്കുന്നതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹുക്കുമുകളുണ്ട്. സാമ്പത്തികമായി വലിയ പ്രയാസം നേരിടുന്ന അപകടാവസ്ഥയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ കടം ചോദിക്കുകയാണെങ്കിൽ കൊടുക്കൽ നിർബന്ധമാണ് എന്നതാണ് നിയമം. മുൽത്തറായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കടം കൊടുക്കൽ നിർബന്ധമാണ്. എന്നാൽ അങ്ങനെ ഗുരുതരമായ അവസ്ഥയിലൊന്നും ഒരാൾ എത്തിയിട്ടില്ല, എന്നാൽക്കും അയാൾക്ക് അത്യാവശ്യമുണ്ട്, അത്തരക്കാരനായ ഒരാൾക്ക് അയാൾ കടം ചോദിച്ചാൽ കൊടുക്കൽ സുന്നത്താണ്. കുറേ പങ്കുണ്ടോ?
അപ്പോൾ ബാങ്കിന് എന്തിന് കടം കൊടുക്കണം? ബാങ്ക് ഖനിയാണ്, സമ്പന്നനാണ്. സമ്പന്നൻ എന്തിന് കടം കൊടുക്കണം? മുൽത്തറായ ആൾക്ക് കടം കൊടുക്കുമ്പോൾ അത് നിർബന്ധമാണ്. ആവശ്യക്കാരന് കടം കൊടുക്കും അത് സുന്നത്താണ്. കറാഹത്തായ എന്തെങ്കിലും സംഗതികളിൽ ഉപയോഗിക്കുമോ എന്ന ആശങ്ക ഉണ്ടെങ്കിൽ കറാഹത്താണ്. ഹറാമിൽ ഉപയോഗിക്കുമെന്ന പേടിയുണ്ടെങ്കിൽ കൊടുക്കൽ ഹറാമാണ്. ഇങ്ങനെ ഒരുപാട് വിധികളുണ്ട് കടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിൽ പറയുന്നുണ്ട്, പൈസ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളെ പൈസ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ബേജാറുണ്ട്. അപ്പോൾ സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ഒരു വ്യക്തിയോട് ഇത് കടമായിട്ട് സ്വീകരിക്കുമോ എന്ന് ചോദിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതിൻ്റെ ഹുക്കുമ് മുബാഹാണ് എന്നാണ്, അനുവദനീയാണ്. ബാങ്കിൽ ഇപ്പോൾ എല്ലാവരും അത് തന്നെയാണ് ചെയ്യണത്. വീട്ടിൽ വെക്കാൻ പ്രയാസമാണ്, അപ്പോൾ ബാങ്കിനെ കൊണ്ട് ഏൽപ്പിക്കണം. അപ്പോൾ ഖനീന് കടം കൊടുക്കാൻ പറ്റില്ല എന്നില്ല. മാത്രമല്ല, ഖനിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷ്ടംപോലെ കടമെടുക്കുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കടപ്പത്രങ്ങളും അതുപോലെ തന്നെ ബോണ്ടുകളുമൊക്കെ ഇഷ്യൂ ചെയ്യുക വലിയ കമ്പനികളാണ്. അപ്പോൾ കമ്പനി നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനി വികസിപ്പിക്കാൻ അവർക്ക് ഇനിയും പണം ആവശ്യമുണ്ട്, അവരും കടം എടുക്കും. അപ്പോൾ ഖനിയാണ്, സമ്പന്നനാണ്, അതുകൊണ്ട് ബാങ്കിന് കടം കൊടുക്കാൻ പറ്റില്ല എന്നൊരു ഹുക്കം ഇസ്ലാമികമായിട്ടില്ല. പിന്നെ ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു വിഷയമാണ്, വിശുദ്ധ ഇസ്ലാം പലിശ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഹിക്മത്ത്, അതിൻ്റെ പിന്നിലുള്ള തത്വം പറയുന്നത് എന്താണ്? പലിശയുടെ പേരിൽ ആളുകൾ ചൂഷണം ചെയ്യപ്പെടും, അതുപോലെ തന്നെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുള്ളതാണ് അതിൻ്റെ വിഷയം പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അത് പറയുന്നുണ്ടല്ലോ, ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ എന്ന് പറയുന്നുണ്ടല്ലോ പലിശയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾ ആക്രമിക്കുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യാതിരിക്കാനാണ് പലിശ നിഷിദ്ധമാക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാങ്കിനെ നമുക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ബാങ്ക് കടം വാങ്ങുന്നുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ ബാങ്കിന് ഒരാൾ കടം കൊടുക്കുമ്പോൾ അത് ഒരിക്കലും പ്രയാസപ്പെടുത്താത്ത കടം കൊടുക്കലാണ്. അതായത് ബാങ്ക് ഈ പണം ഇസ്തിസ്മാർ ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വർദ്ധിപ്പിച്ചതിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം ഈ പണം തന്നാക്ക് കൊടുക്കണം എന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടല്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. അപ്പൊ അവർ പറയുന്നത് ഖർള് രണ്ട് വിധമുണ്ട്. ഒന്ന് ഖർള് ഇസ്തിഹ്ലാക്കി എന്ന് പറയും, അതായത് നിത്യവൃത്തിക്ക് തന്നെ വകയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് കൺസപ്ഷന് വേണ്ടിയിട്ട് ഒരാൾ കടം വാങ്ങുകയാണെങ്കിൽ അത് ഖർള് ഇസ്തിഹ്ലാക്കി എന്നാ പറയാം. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് പറ്റേ ദരിദ്രനായ ഒരു മനുഷ്യൻ കടം വാങ്ങുന്നു. അപ്പോൾ അത് ഇസ്തിഹ്ലാക്കിന് വേണ്ടിയുള്ള കടമാണ്. അങ്ങനെ ഒരാൾ കടം വാങ്ങുമ്പോൾ അയാളിൽ നിന്ന് പലിശ ഈടാക്കുമ്പോഴാണ് അവിടെ ബുദ്ധിമുട്ടിക്കുക എന്ന പ്രശ്നം വരിക. നേരെ മറിച്ച് ഒരാൾ സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ആളാണ്, പക്ഷെ അയാൾക്ക് ഉള്ള ബിസിനസ് ഒന്ന് വികസിപ്പിക്കണം, അല്ലെങ്കിൽ വലിയൊരു പുതിയ ബിസിനസ് ആരംഭിക്കണം. അപ്പം അങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അയാൾ കടം വാങ്ങുന്നതെങ്കിൽ അയാളുടെ കടത്തിൻ്റെ പേര് ഖർള് ഇൻതാജി എന്നാണ്. അപ്പോൾ പുതിയ സാധനങ്ങൾ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അയാൾ കടം വാങ്ങുന്നത്. അപ്പം അങ്ങനെ ഇൻതാജ് ഉദ്ദേശിച്ച ഒരാൾ കടം വാങ്ങുമ്പോൾ അയാളിൽ നിന്നൊരല്പം അധികം വാങ്ങി എന്ന് കരുതി അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസപ്പെടുത്തലില്ല. മാത്രമല്ല, അയാൾ ഈ പണം ഉപയോഗിച്ചു ബിസിനസ് നടത്തും, അയാൾക്ക് വരുമാനം ഉണ്ടാകും. ആ വരുമാനത്തിൽ നിന്ന് ഒരല്പം ഈ നിക്ഷേപകന് കൊടുത്താൽ അയാൾക്കും അതുകൊണ്ട് മെച്ചമുണ്ടാകും. ഇതിനെന്താ കുഴപ്പം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു ന്യായീകരണം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഇസ്ലാം കടപ്പലിശയെ നിഷിദ്ധമാക്കിയപ്പോൾ അത് ഇസ്തിഹ്ലാക്കിന് വേണ്ടിയുള്ളതാണെങ്കിൽ, ഉപയോഗത്തിന് വേണ്ടിയുള്ള കടമാണെങ്കിൽ അവിടെ പലിശ പാടില്ല. എന്നാൽ നിർമ്മാണത്തിന് വേണ്ടിയുള്ള കടമാണെങ്കിൽ അവിടെ പലിശ അനുവദനീയമാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. പലിശയിൽ നിന്ന് ഏത് തന്നെയാണെങ്കിലും നിങ്ങൾ ഉപേക്ഷിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് മക്കയിലും പിന്നെ മദീനയിലുമൊക്കെ ആളുകൾ വ്യാപകമായി വാങ്ങിയിരുന്ന കടം അത് ഖർള് ഇൻതാജി ആയിരുന്നു എന്നാണ്. കച്ചവടത്തിനും മറ്റുമൊക്കെ വേണ്ടിയായിരുന്നു അവർ കൂടുതലായിട്ട് കടം വാങ്ങിയിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുർബലപ്പെടുത്തിയ ഒരു പലിശ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പലിശയാണ്. അത് ഇൻതാജിന് വേണ്ടിയുള്ളതായിരുന്നു. ഷാമിലേക്കും യമനിലേക്കും കച്ചവടത്തിന് പോകുമ്പോൾ
ചില ആളുകൾ സ്വന്തമായിട്ട് കച്ചവടത്തിന് പോകും, സ്വന്തം പണം കൊണ്ട് കച്ചവടം ചെയ്യും. മറ്റുള്ള ആളുകൾ കൂടുതൽ ക്യാഷുള്ള ആൾക്കാരിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ആണ് അവർ കച്ചവടത്തിന് പോയിരുന്നത്. അങ്ങനെ ഇൻതാജിന് വേണ്ടി കൊടുത്തിരുന്ന കടമായിട്ട് കൂടി ആ പലിശയാണ് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുർബലപ്പെടുത്തിയത്. അപ്പോൾ ഇസ്തിഹ്ലാക്കിയായ ഖർളാണെങ്കിൽ, കടമാണെങ്കിൽ അവിടെ പലിശ പാടില്ല. എന്നാൽ ബിസിനസ്സിന് വേണ്ടി ഒരാൾ കടം വാങ്ങുമ്പോൾ പലിശ വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്ന ആ ഒരു വർഗീകരണം, അല്ലെങ്കിൽ അങ്ങനെ രണ്ടായി കാണുന്ന ഒരു രീതി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ബാങ്ക് പലിശയെ ഹലാലാക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റൊരു പോയിന്റാണ്, ബാങ്കിൽ നടക്കുന്നത് ഖർളല്ല, മറിച്ച് അത് അഖ്ദു തംവീൽ, അത് ഫൈനാൻസിങ് ആണ് നടക്കുന്നത് എന്ന്. ഫൈനാൻസിങ്ങിന് തന്നെ പല പേരുകളും പറയാറുണ്ട്. ചിലർ പറയും ഇസ്തിസ്മാറിന് വേണ്ടി ബാങ്കിനെ നമ്മൾ വക്കാലത്താക്കിയതാണ്. ബാങ്കിൽ ഒരാൾ പണം നിക്ഷേപിക്കുമ്പോൾ ആ പണം ഉപയോഗിച്ച് ബിസിനസ് നടത്താനും അതിന് വരുമാനമുണ്ടാക്കി ഇയാൾക്ക് കൊടുക്കാനും ഈ നിക്ഷേപകൻ ബാങ്കിനെ വക്കാലത്താക്കി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പറയുന്നത് ഇത് അഖ്ദു മുദാറബയാണ്. ഖിറാദ്, മുദാറബ എന്നൊക്കെ പറഞ്ഞാൽ പണമുള്ള ആള് തൻ്റെ പണം കൊടുക്കും വേറെ ഒരാൾക്ക്, ആ പണം ഉപയോഗിച്ച് അയാൾ ബിസിനസ് നടത്തും. അങ്ങനെ ബിസിനസ് നടത്തിയിട്ട് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് നിശ്ചിത ശതമാനം ഈ പണത്തിൻ്റെ ഉടമക്കും ബാക്കി വരുന്നത് ജോലി ചെയ്യുന്ന ആമിലിനും കൊടുക്കുന്ന ഇടപാടാണ് അഖ്ദുൽ മുദാറബ അല്ലെങ്കിൽ ഖിറാദ്. അപ്പൊ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആളുകളൊക്കെ ഇത് മുദാറബക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഈ പണം ഉപയോഗിച്ച് ബിസിനസ് നടത്താനും ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ഈ പറയുന്ന നിക്ഷേപകന് കൊടുക്കാനുമുള്ള ഒരു ഇടപാടാണ് ബാങ്ക് ഇടപാട് എന്നതാണ് മറ്റൊരു വിശദീകരണം. അപ്പൊ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് ഈ അഖ്ദ് മുദാറബയിൽ, മുദാറബ എന്ന് പറയുന്ന കോൺട്രാക്ട്, അവിടെ ഒരാൾ പണം മുടക്കണം, ആ പണം ഉപയോഗിച്ച് മറ്റേയാൾ ബിസിനസ് ചെയ്യണം. അതിൽ നിന്ന് ലാഭം ലഭിക്കുമ്പോൾ ആ ലാഭത്തിന്റെ നിശ്ചിത ശതമാനമാണ് അവർക്കിടയിൽ അവർ ഡിവൈഡ് ചെയ്യണം. പണം മുടക്കിയ ആൾക്ക് പകുതി, ജോലി ചെയ്യുന്ന ആൾക്ക് പകുതി. അല്ലെങ്കിൽ പണം മുടക്കിയ ആൾക്ക് 1/3, 2/3 ജോലി ചെയ്യുന്ന ആൾക്ക്. അങ്ങനെ കിട്ടുന്ന ലാഭത്തിന്റെ ശതമാനം അവർ രണ്ടുപേർക്കും ഇടയിൽ ഡിവൈഡ് ചെയ്തെടുക്കണം എന്നതാണ് നിയമം. എന്നാൽ ഈ ഇടപാട് നഷ്ടത്തിലാണെങ്കിലോ, നഷ്ടത്തിലാണെങ്കിൽ പണം മുടക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ പണം നഷ്ടപ്പെടും. ജോലി ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ജോലിയും നഷ്ടപ്പെടും. അതിന്റെ പേരിൽ അയാൾക്ക് വേതനം കിട്ടൂല. ഈ ഇടപാടാണ് ബാങ്കിങ് ഇടപാട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ബാങ്ക് നിക്ഷേപത്തിന് ഒരിക്കലും നഷ്ടമെന്ന് പറയുന്ന പരിപാടിയില്ല. നഷ്ടമാണെങ്കിൽ നഷ്ടം സഹിക്കണം പണം നിക്ഷേപിക്കുന്ന ആള് എന്നാണ് ഒന്ന്. രണ്ടാമതായിട്ട് അഖ്ദുൽ മുദാറബയിൽ ലാഭം ഡിവൈഡ് ചെയ്യേണ്ടത് കിട്ടുന്ന ലാഭത്തിന്റെ അനുപാതത്തിലാണ്, ശതമാനത്തിലാണ്. കിട്ടുന്ന ലാഭത്തിന്റെ 20%, 30%, 50% അങ്ങനെ. എന്നല്ലാതെ മുടക്കുമുതലിന്റെ അനുപാതത്തിലല്ല ലാഭം. ബാങ്ക് നിക്ഷേപത്തിന് എങ്ങനെയാണ്? നിക്ഷേപിക്കുന്ന സംഖ്യയുടെ 10%, 8%. അതുപോലെ തന്നെ ഈ മുദാറബ കോൺട്രാക്ട് എന്ന് പറയുന്ന കോൺട്രാക്റ്റിൽ ജോലി ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലൊമാനില്ലാന്ന, ഉത്തരവാദിത്തം ഇല്ലാന്ന. അതായത് അയാൾ ആരുടെ പണം വാങ്ങിയിട്ടാണോ ജോലി ചെയ്യുന്നത് അയാളുടെ പണം ഇയാൾ കച്ചവടത്തിൽ അത് നശിച്ചു പോയാൽ ഒരിക്കലും ഇയാൾ ആ സംഖ്യ തിരിച്ചു കൊടുക്കേണ്ടതില്ല. നശിച്ചാൽ പണം മുടക്കിയ ആൾ ആ നഷ്ടം സഹിക്കണം. ജോലി ചെയ്ത ആൾ തൻ്റെ അധ്വാനവും വിഫലമാകും. എന്നാൽ നമ്മൾ ബാങ്ക് നിക്ഷേപത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ ഈ നിക്ഷേപത്തുക നശിച്ചാലും അതിന് സെക്യൂരിറ്റി ഉണ്ട്. എന്തായാലും ബാങ്ക് അത് അതിൻ്റെ നിക്ഷേപകന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അഖ്ദ് മുദാറബ എന്ന രൂപത്തിൽ ഇതിനെ കാണുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ പറഞ്ഞ് ബാങ്ക് പലിശ അത് ബിസിനസ്സിലൂടെ വരുന്ന ലാഭമാണ്, അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന രൂപത്തിൽ ഒരുപാട് ഫത്വകൾ വന്നിട്ട്, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫത്വകൾ വന്നത് ഈജിപ്തിലെ ജാമിയത്തുൽ അസ്ഹറിൽ നിന്നാണ്. 1965 അവർ
35 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ച് അവർ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫത്വ പുറത്തിറക്കി. അന്ന് അത് കൃത്യമായി അവർ വിശദീകരിച്ചത് ബാങ്ക് പലിശ എന്ന് പറഞ്ഞാൽ അത് റിബ മുഹറം, അത് നിഷിദ്ധമായിട്ടുള്ള പലിശയാണ് എന്നായിരുന്നു. പിന്നെ 2002 അതുമായി ബന്ധപ്പെട്ട് പിന്നെയും ഒരു ഡിസ്കഷൻ നടത്തി. ബാങ്ക് ഇടപാട് ഒരിക്കലും അതിനെ നമുക്ക് പലിശ ഇടപാടായി കാണാൻ കഴിയില്ല, അത് ബിസിനസ് നടത്തി അതിൽ നിന്ന് ആളുകൾക്ക് ലാഭം കൊടുക്കുകയാണ് എന്നൊരു വിശദീകരണത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ ഈ ബാങ്ക് പലിശയുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയെങ്കിലുമൊക്കെ ഹലാലാക്കാമോ എന്ന ചർച്ച പല രൂപത്തിൽ നടന്നിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സജീവമായി നടന്നൊരു ചർച്ച ഈ അഖ്ദുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ച. അതിലൊരു ചർച്ച, ബാങ്കിന് പണം കൊടുക്കുന്ന ആളുകൾ അവിടെ സീഗ എന്നും പറയാറില്ല. അപ്പോൾ ഞാൻ കടം തന്നു, ബാങ്ക് ഞാൻ കടം സ്വീകരിച്ചു, അപ്പം സീഗ ഇല്ലാത്ത ഒരു അഖ്ദാണ്, അപ്പം അതുകൊണ്ട് അവിടെ ഇപ്പം എങ്ങനെയാണ് നമുക്ക് പലിശ വരിക എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇന്ന് നമ്മൾ ഒരു ഇടപാടിലും വാചകം പറഞ്ഞിട്ടല്ല ഇടപാട് നടത്തുന്നത്. കച്ചവടം ചെയ്യുന്ന സമയത്ത് ഞാൻ വിറ്റു, അപ്പോൾ അപ്പുറത്തുള്ള ആൾ ഞാൻ വാങ്ങി എന്ന് പറയാറില്ല. നമ്മൾ ബൈഉൽ മുആതാത്ത് എന്ന് പറയും. അപ്പോൾ കൊടുക്കണം എന്ന ഉദ്ദേശത്തിൽ കച്ചവടക്കാരൻ കൊടുത്തു, വാങ്ങണം എന്ന ഉദ്ദേശത്തിൽ വാങ്ങുന്ന ആൾ വാങ്ങുകയും ചെയ്താൽ ഈ കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് അതിൻ്റെ വാചകം, അല്ലെങ്കിൽ അത് വാചകത്തിൻ്റെ സ്ഥാനത്താണ് എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ കടവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മുആതാത്തിന്റെ നിയമം ഉണ്ടോ ഇല്ലേ? കടത്തിൻ്റെ അവിടെ എന്തായാലും ഈജാബും കബൂലും, ഞാൻ കടം തന്നു, ഞാൻ കടം വാങ്ങി എന്ന് തന്നെ പറയേണ്ടതുണ്ടോ? അല്ല, അവിടെയും കൊടുക്കൽ വാങ്ങൽ വാചകത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈജാബും കബൂലും ലൈസാ ബി ശർത്തിൻ എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കടം എന്ന ഉദ്ദേശത്തിൽ കൊടുക്കുന്നു, കടം എന്ന ഉദ്ദേശത്തിൽ വാങ്ങുന്നു. അങ്ങനെയാകുമ്പോൾ തന്നെ അതിന് ഈ പറയുന്ന ഹുക്കുമ് വരും, കടത്തിൻ്റെ ഹുക്കുമ് വരുമെന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെയുള്ള വേറൊരു വിഷയമാണ് അധികം തരണം എന്ന ഒരു നിബന്ധന. ആ ഒരു ഷർത്ത് പ്രത്യേകമായിട്ട് നമ്മൾ വെക്കുന്നില്ല. ബാങ്കിൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ എനിക്ക് അധികം കിട്ടണം എന്ന് നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ടില്ല. അങ്ങനെ വെച്ചാലല്ലേ അത് കടപ്പലിശയാകൂ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അപ്പം അതിന് ബാങ്കുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾ വിശേഷിച്ചും നിക്ഷേപത്തിന് കൃത്യമായി പലിശ കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് ബാങ്കിൻ്റെ റൂൾസിൽ നമുക്ക് കാണാൻ പറ്റുക. എത്രത്തോളം എന്ന് വെച്ചാൽ പലിശരഹിതമായ ഒരു വായ്പ പോലും നമ്മുടെ രാജ്യത്തുള്ള ഒരു ബാങ്കിനും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് RBIൻ്റെ ഓർഡർ ഉള്ളത്. ഒരു ഇടപാടും പലിശരഹിതമായിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ അതിൻ്റെ എഴുത്തുകുത്തുകളും മറ്റൊക്കെ ഈ പറയുന്ന നിയമങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള എഴുത്തുകുത്തുകളാണ് നമ്മൾ നടത്തുന്നത്. അതിനു പുറമെ ഒരു പൊതുവായിട്ടൊരു കായിക പറയാറുണ്ട്, അൽ മഅറൂഫ് ഉർഫൻ കൽ മശ്റൂത്ത് ശർത്തൻ. അപ്പം അങ്ങനെ ബാങ്കിൻ്റെ ഒരു പതിവ് എന്ന് പറയുന്നത് നിക്ഷേപം സ്വീകരിച്ച് അത് ആവശ്യക്കാർക്ക് കടം കൊടുക്കുക, ആ കൊടുത്ത കടത്തിൽ നിന്ന് കുറച്ച് ഭാഗമെടുത്തിട്ട് നിക്ഷേപകന് കൊടുക്കുക, കടം കൊടുക്കുക, കടം കൊടുത്തിട്ട് കിട്ടുന്ന പലിശയിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് നിക്ഷേപകന് കൊടുക്കുക എന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ പതിവുള്ള, നമ്മുടെ നാട്ടിൽ നിന്നല്ല, ലോകത്തെല്ലായിടത്തുമുള്ള ബാങ്കിൻ്റെ പതിവ്. അപ്പം ആ നിലയിൽ ഒരു പതിവ്, അത് സാർവത്രികമായ ഒരു പതിവാണെങ്കിൽ ആ പതിവിനെ ഒരു നിബന്ധനയുടെ സ്ഥാനത്ത് കാണണം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ നിലയിൽ നമുക്കിതിനെ ഒരു ഷർത്തായിട്ട് തന്നെ കാണാൻ കഴിയും. പിന്നെ ചിലർ പറയും, ബാങ്കിന് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഷർത്ത് വെക്കാതെയാണ് നമ്മൾ ബാങ്കിന് പൈസ കൊടുക്കുന്നത്, പിന്നെ ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് തരികയാണ്. പക്ഷെ അവിടെ നമ്മൾ ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് പറയാത്തൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് നമുക്ക് തരുന്നത് ബാങ്കിൻ്റെ പൈസ എടുത്തിട്ടല്ല. ബാങ്ക് സാധുവായൊരു മനുഷ്യൻ്റെ അടുത്തുനിന്ന് പലിശ എന്ന പേരിൽ 10-12% അയാളെ പ്രയാസപ്പെടുത്തി വാങ്ങിയിട്ട് അതിൽ നിന്നൊരു വിഹിതമാണ് നിക്ഷേപകനായി നമുക്ക് തരുന്നത്.
അയാളിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പൈസയും നമുക്ക് തരൂല, അതിൽ കുറച്ച് ഭാഗം ബാങ്കിൻ്റെ ലാഭമായി എടുക്കും, ബാക്കിയുള്ളത് നമുക്ക് തരും. അപ്പോൾ മറ്റൊരാളെ പ്രയാസപ്പെടുത്തിയിട്ട് തരുന്ന ഈ ഒരു പൈസ എന്ന നിലക്ക് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വല്ലാതെ അന്വേഷണങ്ങളൊന്നും നടത്താതിരിക്കലാണ് നല്ലത് എന്നാണ് പറയാനുള്ളത്. പിന്നെ ആളുകൾ കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ പറയുക? പ്രയാസപ്പെട്ട ഒരാൾ ഈ കൊടുക്കുന്നതിനെ കുറിച്ച് ഇത്തരക്കാരായ ആളുകൾ എന്താ പറയാന്ന് വെച്ചാൽ അത് ബാങ്ക് ഗസ്ബ് ചെയ്ത് ബലാത്കാരമായി പിടിച്ചെടുത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ സാധുവായ ഒരാളടുത്ത് നിന്ന് ഗസ്ബ് നടത്തി ബാങ്ക് പിടിച്ചെടുത്ത ആ ഒരു സംഖ്യ, അതിൻ്റെ വിധി എന്താ? മഖ്സൂബായ ഒരു സാധനം അല്ലെങ്കിൽ ഒരു സമ്പത്ത്, ആ മഖ്സൂബായ സാധനം ആ ഗസ്ബ് നടത്തിയ പിടിച്ചു പറിച്ച ആൾ അത് ഉപയോഗിക്കാൻ പാടില്ല. അയാൾ അത് നമുക്ക് തരുന്നു എന്നറിഞ്ഞാൽ അയാളോട് ആ കച്ചവടം പോലും നടത്താൻ പാടില്ല, അയാളെ ഹദിയ സ്വീകരിക്കാൻ പാടില്ല, ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന്. അപ്പൊ ഈ നിലയിൽ പല രൂപത്തിലായി ബാങ്ക് പലിശയെ നമുക്ക് എങ്ങനെ ഹലാലാക്കി കിട്ടാം എന്ന രൂപത്തിൽ പല അന്വേഷണങ്ങളും ചർച്ചകളൊക്കെ പലരും നടത്തിയിട്ടുണ്ട്. പക്ഷേ സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തുമ്പോൾ ബാങ്കിൻ്റെ ചരിത്രം പഴയ കാലം തൊട്ട് ഇന്ന് വരെ ബാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ പണമുള്ള ആളുകളിൽ നിന്ന് പൈസ വാങ്ങി, അത് ആവശ്യക്കാർക്ക് കടം കൊടുത്ത്, അതിൻ്റെ പേരിൽ പലിശ വാങ്ങി, അതിൽ നിന്നൊരു വിഹിതം നമുക്ക് തരുന്ന ഒരു സംവിധാനം എന്ന നിലക്ക് നമ്മൾ ബാങ്കിനെ കാണുമ്പോൾ ആ രൂപത്തിലുള്ള ഇടപാട് അത് പലിശയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ ബാങ്കായിട്ട് ബന്ധപ്പെടേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക് ബാങ്ക് പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം നിർബന്ധ ഘട്ടത്തിൽ മറ്റു പല വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന ആ നയവും നിലപാടും തന്നെയാണ് ബാങ്കിൻ്റെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ലറൂറത്തുണ്ടെങ്കിൽ ആ ലറൂറത്തിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് ചിലപ്പോൾ വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നത് ഇസ്ലാമിൻ്റെ തത്വം തന്നെയാണ്. അപ്പം അതിന് നമുക്ക് അത്രയും ലറൂറത്തുണ്ടായിരിക്കണം. ഒരാൾക്ക് ഉള്ള ബിസിനസ് വികസിപ്പിക്കുക എന്നത് ഒരു ലറൂറത്താണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ലറൂറത്ത് തുഖദ്ദറു ബിഖദരിഹ എന്നാണ്. ലറൂറത്ത് ഉണ്ടെങ്കിൽ ആ ലറൂറത്തിൻ്റെ കണക്കനുസരിച്ച് മാത്രമാണ് നമുക്ക് ആ വിലക്കപ്പെട്ട സംഗതി ചെയ്യാൻ പറ്റുക. പിന്നെ ബാങ്കിങ് സംവിധാനങ്ങളിൽ ലോക്കർ സിസ്റ്റം പോലെയുള്ള പ്രത്യേകിച്ച് പലിശയൊന്നും വരാത്ത ചില ഇടപാടുകളൊക്കെ ഉണ്ട്. നമുക്ക് സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തു ബാങ്കിൽ സൂക്ഷിക്കാം. സൂക്ഷിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ബാങ്കിന് കുറച്ച് ഫീസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ വാടക നമ്മൾ കൊടുക്കേണ്ടി വരും. ആ രൂപത്തിൽ അനുവദനീയമായ പല സർവീസുകളും നമുക്ക് ബാങ്കിൽ കാണാൻ കഴിയും. ചുരുക്കത്തിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു സംവിധാനം എന്നേ നമുക്കതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നിർബന്ധ സാഹചര്യങ്ങളിലല്ലാതെ ബാങ്കുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക എന്നതു തന്നെയാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. We may now proceed to the Q&A session. Assalamu alaikum. പാവപ്പെട്ട ആളുകളെ ബന്ധിക്കുന്നൊരു ചോദ്യമാണ്. ഈ കടം എന്ന് പറയുന്നത് ഇപ്പോൾ തുല്യമായത് തിരിച്ചു തരുന്നതിൻ്റെ വ്യവസ്ഥയിലുള്ള ഇടപാടാണല്ലോ കടം. തുല്യമായത് തിരിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ കടത്തിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഒരു സ്വർണം വിൽക്കുന്നു, എന്നിട്ട് അവർ ആ പൈസ ബാങ്കിൽ കൊണ്ടിടുകയാണ്. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് ആ വിറ്റ സ്വർണത്തിൻ്റെ അളവിൽ ഒരു സ്വർണം വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ പൈസ മതിയാവില്ല. ആ ഇട്ട പൈസൻ്റെ മൂല്യം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും.
അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ സാധാരണക്കാരെ പൈസ ഒക്കെ ഇപ്പോൾ മൂല്യം ഇടിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തുല്യമായത് തിരിച്ചു നൽകുക എന്ന വ്യവസ്ഥയിൽ ഒരാൾക്ക് പൈസ കൊടുക്കലാണ് കടം എന്നതിന് നിർവചനമെങ്കിൽ ആ ബാങ്ക് നൽകുന്ന അധിക സംഖ്യ മൂല്യമായതിന് ആ മൂല്യത്തോട് തുല്യമായതെങ്കിലും വാങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ കടം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി പലിശയുമായി ബന്ധപ്പെട്ട് ഈ കറൻസിക്ക് ഫേസ് വാല്യൂ, റിയൽ വാല്യൂ, ക്ലിയർ അല്ലേ? കറൻസിക്ക് ഫേസ് വാല്യൂ, റിയൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് വാല്യൂ ഉണ്ട്. അപ്പൊ ഈ ഫേസ് വാല്യൂ അതെന്നും ഒന്ന് തന്നെ കാരണം. ഇപ്പൊ 10 രൂപയുടെ ഫേസ് വാല്യൂ എത്രയാന്ന് വെച്ചാൽ 10 രൂപയാണ്. പക്ഷെ 10 രൂപയുടെ റിയൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പർച്ചേസിംഗ് പവറാണ്. അപ്പൊ അത് ഇന്ന് 10 രൂപയുടെ പർച്ചേസിംഗ് പവർ എത്രയാണോ അതാകൂല ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ 2 മാസം മുമ്പ് ഉള്ള സ്വർണത്തിന്റെ വില ആയിക്കൊള്ളണമെന്നില്ല ഇപ്പത്തെ സ്വർണത്തിന്റെ വില എന്നാണല്ലോ അപ്പൊ ചോദ്യം. പക്ഷെ ഈ പലിശയിൽ നമ്മൾ ഫേസ് വാല്യൂ നോക്കണോ റിയൽ വാല്യൂ നോക്കണോ? പലിശയുമായി ബന്ധപ്പെട്ട ബാബിൽ നമ്മൾ ഫേസ് വാല്യൂ ആണോ റിയൽ വാല്യൂ ആണോ നോക്കേണ്ടത് എന്നതാണ് നമ്മുടെ ചോദ്യത്തിന്റെ കാതൽ. അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പലിശയിൽ നമ്മൾ ഫേസ് വാല്യൂ ആണ് നോക്കുക, റിയൽ വാല്യൂ അല്ല. അപ്പോ 10 രൂപയുടെ ഫേസ് വാല്യൂ എന്നും 10 രൂപയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 10 രൂപയുടെ മിസ്ല് എന്ന് പറഞ്ഞാൽ എന്നും 10 രൂപ തന്നെ. ആ 10 വർഷം മുമ്പത്തെ 10 രൂപ അതാണ് ഇപ്പൊ നമ്മൾ കടം വീട്ടണതെങ്കിൽ ഇപ്പോഴും 10 രൂപ കൊടുത്താൽ മതി. കാരണം ഫേസ് വാല്യൂവിലാണ് നമ്മൾ പലിശയുടെ അധ്യായത്തിൽ മിസ്ലിയത്ത് നമ്മൾ കാണേണ്ടത്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിബൽ ബൈഇനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയണ്ടല്ലോ. അത്തംറു ബിത്തംരി, കാരക്കക്ക് പകരം കാരക്ക കൊടുക്കുമ്പോൾ അത് മിസ്ലം ബി മിസ്ലാകണം. സ്വഹാബത്ത് ഖൈബർ പോയി തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്തിയ ഏറ്റവും ഇഷ്ടപ്പെട്ട അജുവ കാരക്ക കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചല്ലോ, അകുല്ലു തംരി ഖൈബറ ഹക്കദ, ഖൈബറിലുള്ള എല്ലാ കാരക്കും ഇതുപോലെ മുന്തിയതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല, മുന്തിയ താഴ്ന്ന കാരക്ക കൂടുതൽ കൊടുത്ത് മുന്തിയ കാരക്ക ഞങ്ങൾ കുറച്ച് വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 2 സോഴ് താഴ്ന്ന കാരക്ക കൊടുത്തിട്ട് ഞങ്ങൾ 1 സോഴ് മുന്തിയ കാരക്ക വാങ്ങി എന്നാ പറഞ്ഞു. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓക്കെ എന്നല്ല പറഞ്ഞേ. നമ്മളിപ്പോ അതിന്റെ റിയൽ വാല്യൂ ആണ് നോക്കുന്നതെങ്കിൽ ഈ കച്ചവടം ശരിയാണല്ലോ. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് എന്താ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? താഴ്ന്ന കാരക്ക നിങ്ങൾ വിറ്റിട്ട് അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ മുന്തിയ കാരക്ക വാങ്ങണം എന്നാ. അപ്പൊ 2 സോഴ് താഴ്ന്ന കാരക്കയും 1 സോഴ് മുന്തിയ കാരക്കയും ഖീമത്തിൽ സെയിമാ ആണല്ലോ. അതുകൊണ്ടല്ലേ 2 സോഴ് ഒരു കൊടുക്കാൻ തയ്യാറായത് 1 സോഴിന് പകരം. അപ്പൊ 2 സോഴ് താഴ്ന്ന കാരക്കയും 1 സോഴ് മുന്തിയ കാരക്കയും ഖീമത്തിൽ സെയിമാണ്. അപ്പൊ ഖീമത്താണ് പരിഗണിക്കുക എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കച്ചവടത്തെ ഇഖ്റാർ ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ അവിടെ നോക്കിയത് എന്താ? ഇവിടെ 2 സോഴ് അവിടെ 1 സോഴ്, ഫേസ് വാല്യൂ നോക്കിയത്. 1 സോഴിന് പകരം 1 സോഴയെ കൊടുക്കാവൂ. ഒന്ന് മുന്തിയതും ഒന്ന് താഴ്ന്നതും അല്ലേ, ഖീമത്തിൽ വ്യത്യാസമില്ലേ, അത് നോക്കണ്ട എന്നുള്ളതാണ്. അതാണ് റിബയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ നിയമം. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോൾ നമ്മൾ 10 രൂപ എന്ന് കടം വാങ്ങിയാലും തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ 10 രൂപയാണ് കൊടുക്കണ്ടേ. പിന്നെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ എന്താണ്? നമ്മുടെ ചോദ്യത്തിൽ ഒരു അനുമാനമുണ്ട്. അതായത് 2 മാസം കൂടിയപ്പോൾ സ്വർണത്തിന്റെ വില കൂടി. അപ്പൊ സ്വർണത്തിന്റെ അല്ലെങ്കിൽ ആ ക്യാഷിന്റെ പർച്ചേസിംഗ് പവർ നോക്കിയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചു ചിന്തിക്കുക. 2 മാസം കഴിഞ്ഞപ്പോ
സ്വർണത്തിൻ്റെ വില കുറഞ്ഞു. സ്വർണത്തിൻ്റെ വില കുറഞ്ഞാൽ ഈ പൈസ ബാങ്കിൽ കൊടുത്ത ആൾ പറയോ എനിക്ക് ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില തിരിച്ചു തന്നാൽ മതിയെന്ന്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1 പവൻ സ്വർണത്തിന് 1 ലക്ഷം രൂപ ഉള്ള സമയത്ത് ഒരാൾ 1 ലക്ഷം റുപ്യ കടം കൊടുത്തു. ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടക്കുന്ന സമയത്ത് സ്വർണത്തിൻ്റെ വില 50,000 ആയി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വർണത്തിൻ്റെ വില കുറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് 1 ലക്ഷം തിരിച്ചു വേണ്ട, 50,000 തിരിച്ചു തന്നാൽ മതി എന്ന് പറയോ? ഇല്ല. അപ്പൊ ആ രൂപത്തിൽ ഒരുപാട് തർക്കങ്ങൾക്കും മറ്റൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയത്. മൂല്യമല്ല നോക്കേണ്ടത്, അതിന്റെ ഫേസ് വാല്യൂ ആണ് നോക്കേണ്ടത് എന്ന്. റിയൽ വാല്യൂ വെച്ചിട്ടാണ് കടം കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ പറ്റുമല്ലോ. രണ്ടും ഈ കടലാസിന് ഇപ്പോൾ ഫേസ് വാല്യൂ ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് ആലോചിക്കാം. സ്വർണത്തെ പോലെ ഈത്തപ്പഴത്തെ പോലെ ഈ കടലാസിന് ഫേസ് വാല്യൂ ഉണ്ടെന്ന് വെക്കുക, മറ്റൊരു മൂല്യം കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കടം തരുന്നത് അതിന്റെ റിയൽ അല്ല. അതിന് ഞാനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അങ്ങനെ റിയൽ വാല്യൂ നോക്കിയിട്ട് കടം കൊടുത്തു എന്ന് വെക്കുക. 1000 രൂപ നിങ്ങൾ കടം കൊടുത്തു. ഇപ്പത്തെ അതിന്റെ ഒരു മിനിറ്റ്, ഇപ്പൊ അതിന്റെ പർച്ചേസിംഗ് പവർ നോക്കി ഞങ്ങൾ കടം കൊടുത്തത്. അപ്പൊ ആ പർച്ചേസിംഗ് പവർ കൂടിയാൽ നിങ്ങൾ 500 കൊണ്ട് തൃപ്തിപ്പെടുമോ എന്നാണ് എന്റെ ചോദ്യം. പർച്ചേസിംഗ് പവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിൽ ഒരു ഇൻഫ്ലേഷൻ ഉണ്ട്. ഇതെന്തായാലും പറയാം, ഒരു നോട്ടിനൊരു മൂല്യം കുറയുന്നുണ്ട്. ആ മൂല്യം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കടം തരുന്നതെങ്കിൽ അത് നമ്മൾ തമ്മിലുള്ള ധാരണയാണല്ലോ. ആ സ്വർണത്തിന് 1 ലക്ഷം ഉള്ളത് 50,000 എന്നുള്ളത് നമുക്ക് വിഷയം വരുന്നില്ല. ആ മൂല്യം എത്രയാണോ ഗവൺമെന്റ് കണക്കാക്കുന്നത് അത് ബാങ്കിലൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഇന്നത്തെ പൈസ 5 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 5 കൊല്ലം അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് 3.5 ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് ബാങ്ക് തന്നെ സമ്മതിക്കുന്നുണ്ട്. 3.5 അല്ല. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കറക്റ്റാ. അതായത് അവിടെ ഇപ്പൊ സ്വഹാബത്ത് കച്ചവടം നടത്തിയത് എങ്ങനെയാണ്? അതിന്റെ ആ പർച്ചേസിംഗ് പവർ നോക്കിയിട്ടാണല്ലോ. 2 സോയ് താഴ്ന്ന കാരക്ക് കൊടുത്തിട്ട് പോലും 1 സോയ് വാങ്ങാൻ തയ്യാറായി. എന്തുകൊണ്ട്? റിയൽ വാല്യൂ നോക്കുന്നില്ലല്ലോ. അവിടെ ഫേസ് വാല്യൂ മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ. അല്ല, അവര് റിയൽ വാല്യൂ നോക്കി. പക്ഷെ നബി ഫേസ് വാല്യൂ നോക്കണം എന്ന് പറഞ്ഞു. റിയൽ വാല്യൂ നോക്കിയത് കൊണ്ടാണ് 2 സോയ് കൊടുത്തിട്ട്, 2 സോയ് കൂടുതലല്ലേ, അത് കൊടുത്തിട്ട് 1 സോയ് വാങ്ങാൻ അവർ തയ്യാറായി. അപ്പൊ അവര് നോക്കിയത് റിയൽ വാല്യൂ ആണ്. പക്ഷെ പലിശയുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത് ഫേസ് വാല്യൂ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് തിരുത്തി കൊടുത്തു. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ബാങ്കിങ് എന്നുള്ളത് കർളിൻ്റെ മൻഫാത്തായിട്ടാണ് ബാങ്കിങ് നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബാങ്കിങ് ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ പുറമേയുള്ള രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് ആളുകളൊക്കെ കൂടി ഇസ്ലാമിക് ബാങ്കിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരിതിനെങ്ങനെയാണ് കാണുന്നത്? അവിടെ പ്രവർത്തനം എങ്ങനെയാണ്? ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ബാങ്കിങ് സംവിധാനത്തിലുള്ള പലിശ, അതുപോലെ തന്നെ ചൂതാട്ടം, അതുപോലെ സ്പെക്കുലേഷൻ തുടങ്ങി ഇസ്ലാം വിലക്കിയ ഘടകങ്ങളൊക്കെ മാറ്റി പകരം ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഇടപാടുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് നടക്കുന്ന ഒരു ബാങ്കിങ് സംവിധാനമാണ്. അപ്പോൾ ബാങ്കിൽ ഒരാൾ പണം കൊടുക്കുന്ന സമയത്ത് അത് പിന്നെ പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് എന്ന ഒരു തത്വം പരിഗണിച്ചായിരിക്കും ആ പൈസ സ്വീകരിക്കുന്നത് തന്നെ. അപ്പൊ ഈ പൈസ കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലാഭം ഉറപ്പില്ല. കൺവെൻഷണൽ ബാങ്കിൽ പതാ നമ്മൾ പൈസ കൊടുത്താൽ നിക്ഷേപകനാണെങ്കിൽ ലാഭം ഉറപ്പാ. എന്നാൽ ഇസ്ലാമിക് ബാങ്കിലാവുമ്പോൾ നമ്മൾ ഈ കൊടുക്കണ പൈസ ഒന്നുകിൽ അത് മുദാറബക്ക് വേണ്ടിയാണ് കൊടുക്കുക. മുദാറബ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കും, ബാങ്ക് അതുകൊണ്ട് ബിസിനസ് നടത്തും. എന്നിട്ട് നേരത്തെ തന്നെ അവർ ഒരു പിന്നെ ലാഭത്തിന്റെ ഒരു അനുപാതം നിശ്ചയിക്കും. എന്നിട്ട് പറയും, അപ്പോൾ ഈ പണം മുടക്കിയ ആൾക്ക് ഇതുകൊണ്ട് നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ പകുതി ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ ആ ലാഭം കിട്ടും. അതേപോലെ നഷ്ടമാണെങ്കിൽ നഷ്ടവും ഇയാൾ സഹിക്കണം. അപ്പൊ ഈ പണം ഉപയോഗിച്ച് ബിസിനസ് നടത്തി അത് നഷ്ടപ്പെട്ടാൽ ഇയാൾ എൻ്റെ പൈസ എവിടെയെന്ന് ചോദിച്ച് ചെല്ലാൻ പാടില്ല. അപ്പൊ അങ്ങനെ മുദാറബ, അതുപോലെ തന്നെ മുഷാറക്ക, അതുപോലെ മുറാബഹ, സലം തുടങ്ങി നമ്മൾ ഫിഖീന്റെ കിതാബുകളിൽ പഠിച്ച ആ മുആമലാത്തിൽപ്പെട്ട വ്യത്യസ്ത ഇനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് ബാങ്ക് ആൾക്കാരത് പൈസ വാങ്ങുന്നത്.
ആ ബിസിനസ് നടത്തിയിൽ ലാഭമാണെങ്കിൽ അവർക്ക് ഇസ്ലാം പറഞ്ഞതുപോലെ ലാഭം കൊടുക്കും, നഷ്ടമാണെങ്കിൽ ആ പൈസ മുടക്കിയ ആൾക്കാർക്ക് ആ അനുപാതത്തിൽ അവർക്ക് നഷ്ടവും സഹിക്കേണ്ടി വരും. അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. ഇപ്പം നമ്മൾ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ. കൺവെൻഷണൽ ബാങ്കിങ് ഉള്ളത് ഈ ഹറമ റിബ എന്നുള്ള ആ ഭാഗത്താണുള്ളത്. ഇസ്ലാമിക് ബാങ്ക് ഉള്ളത് അഹല്ലല്ലാഹുൽ ബൈഅ എന്ന ആ ഒരു മേഖലയിലുള്ളത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വലിയ വിഷയമാണല്ലോ. ഇനിയിപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇസ്ലാമിക് ബാങ്കിങ്ങിൽ നിന്ന് ഒരാൾക്ക് ഒരു വണ്ടി വാങ്ങണം. അപ്പോൾ അദ്ദേഹം അവിടുന്ന് ലോണായിട്ട് പൈസ വാങ്ങുമ്പം ആ ബാങ്ക് എങ്ങനെയൊക്കെ അവരെ സമീപിക്കുന്നത്? ഇസ്ലാം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒറ്റ രീതിയാണ്, അയാൾ ഖർദുൽ ഹസൻ എന്ന് പറയും. ഖർദുൽ ഹസൻ എന്ന് പറഞ്ഞാൽ പലിശ ഇല്ലാത്ത കടമാണ് ഇസ്ലാം ബാങ്ക് കൊടുക്കുക. പൈസയാണ് നമ്മൾ വാങ്ങണതെങ്കിൽ ആ രൂപത്തിലാണ്. പിന്നെ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ലോൺ എടുക്കില്ല ചെയ്യുക. അത് കൺവെൻഷണൽ ബാങ്കിലാണ് അങ്ങനെ നടക്കുക. ഇസ്ലാമിക് ബാങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു വണ്ടി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവവും മറ്റൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിക്കും. എന്നിട്ട് അത് ഇസ്ലാമിക് ബാങ്കിനെ അറിയിക്കും. അറിയിച്ചതിൻ്റെ ശേഷം ഇസ്ലാമിക് ബാങ്ക് അത് സ്വന്തമായി വാങ്ങി അത് അതിൻ്റെ ഉടമസ്ഥതയിലാക്കും. ആക്കിയതിൻ്റെ ശേഷം അത് നമുക്ക് മറിച്ചു വെക്കും. അപ്പം 5 ലക്ഷം രൂപൻ്റെ വണ്ടിയാണെങ്കിൽ അത് ബാങ്ക് 5 ലക്ഷത്തിന് വാങ്ങും. അത് ബാങ്ക് ഖബദ് ചെയ്ത് അതിൻ്റെ പിന്നെ പൊസഷനൊക്കെ പൂർത്തിയായതിൻ്റെ ശേഷം പിന്നെ അത് രണ്ടാമത്തെ ഒരു ഇടപാടിലൂടെ അത് നമുക്ക് മറിച്ചു വിൽക്കും. മറിച്ചു വിൽക്കുമ്പോൾ അത് തവണ വ്യവസ്ഥയിലായിരിക്കും വിൽക്കുക. അപ്പം 5 ലക്ഷത്തിൻ്റെ വണ്ടിയാണെങ്കിൽ അത് ചിലപ്പം നമുക്ക് 6 ലക്ഷത്തിന് മറിച്ചു വിൽക്കും. ആ സംഖ്യ നമ്മൾ ഗഡുക്കളായിട്ട് ഇങ്ങനെ അടച്ചു തീർത്താൽ മതിയാവും. ഇതിൻ്റെ ഒരു ബേസ് പ്രമാണം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാക്കാണ്. അതായത് ഒരാൾക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടു, അയാൾക്ക് പൈസ ഇല്ല. അപ്പോൾ അയാൾ സ്വന്തം സുഹൃത്തിനോട് പറഞ്ഞു, ഈ സാധനം നീ വാങ്ങിയിട്ട് എനിക്ക് വിൽക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ഒരു ഇടപാടാണ്. അതിനാണ് നമ്മൾ ബൈഉൽ മുറാബഹ എന്ന് ഫിഖീന്റെ കിതാബിലൊക്കെ പറയും. മുറാബഹ എന്ന് പറയുന്ന ഇടപാടാണ് ഇതിനു വേണ്ടിയിട്ട് ഇസ്ലാമിക് ബാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. One last question. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ്ങും കൺവെൻഷണൽ ബാങ്കിങ്ങിനെ കുറിച്ച് പറയുന്നിടത്ത് ഒരു നരേഷൻ ഉണ്ടല്ലോ. അതായത് ഇസ്ലാമിക് ബാങ്കിങ്ങിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ മോണിറ്ററി ബെനിഫിറ്റുകൾ ഹലാലാണെന്നും അത് പ്രോഫിറ്റായിട്ട് കണക്ക് കൂട്ടുന്നും ഉപയോഗിക്കാമെന്നും പറയുന്നു. കൺവെൻഷണൽ ബാങ്കിങ്ങിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ മോണിറ്ററി ബെനിഫിറ്റുകൾ അത് ഇൻട്രസ്റ്റ് ആണെന്നും പലിശ ഹറാമാണെന്നും പറയുന്നു. അപ്പം അതൊരു മതപരമായ കാഴ്ചപ്പാടിൽ മാറി ഒരു സോഷ്യൽ പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഒരു മൾട്ടി കൾച്ചറൽ പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? അതായത് പണം ഉപയോഗിച്ച് മാത്രം പണം ഉണ്ടാക്കുക എന്നുള്ളൊരു സംവിധാനമാണ് കൺവെൻഷണൽ ബാങ്കിൽ നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ ഇസ്ലാമിക് ബാങ്കിങ് സംവിധാനത്തിൽ എന്താന്ന് വെച്ചാൽ അതുകൊണ്ട് ആളുകൾ ആവശ്യം കൂടി നടക്കും. അതിനാണ് കച്ചവടം അതിൽ വരുന്നു പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇസ്ലാമിക് ബാങ്കിലുള്ള വരുമാനം വരുന്നത്. ഇത് ജാഹിലിയ കാലത്ത് അറബികളും ഇതേപോലത്തെ ചോദ്യം ചോദിച്ചിരുന്നല്ലോ. ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, രണ്ടും ഒരേപോലെ തന്നെ അല്ലേ? ഒരാൾ 100 രൂപ കൊടുത്തിട്ട് 110 വാങ്ങുന്നു, അയാൾക്ക് 10 രൂപ ലാഭം കിട്ടി. വേറൊരാൾ 100 രൂപയുടെ സാധനം വാങ്ങി 110-ന് വിറ്റിട്ട് അയാൾക്ക് 10 രൂപ ലാഭം കിട്ടി. രണ്ടും ഒരുപോലെ അല്ലേ എന്നാണ് ചോദ്യം. പക്ഷെ ജനങ്ങളുടെ ഒരു ആവശ്യം നിറവേറ്റുക എന്ന് പറയുന്ന ഒരു സംഗതി കൂടി കച്ചവടം നടക്കുമ്പോൾ അവിടെ ഉണ്ടാവും. മാത്രമല്ല ഈ പലിശയിലൂടെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്ന ഒരവസ്ഥ വരുമ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട വലിയ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ പിന്നെ പ്രതീക്ഷിക്കണം. കാരണം എൻ്റെ അടുത്തുള്ള പൈസ കൊണ്ട് മാത്രം എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാമെങ്കിൽ ഞാൻ ആ പൈസ ഉപയോഗിച്ച് കൃഷിയോ കച്ചവടമോ മറ്റു വ്യവസായങ്ങളോ ഒന്നും ചെയ്യൂല. ഞാൻ ആ പൈസ തന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതായത് വീണ്ടും കടം കൊടുക്കുക, പിന്നെയും വർദ്ധിപ്പിക്കുക എന്നൊരവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ആകുമ്പോൾ അവസാനം എന്താ സംഭവിക്കുക വെച്ചാൽ വലിയ മാന്ദ്യം സംഭവിക്കും. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ചരക്കുകളോ മറ്റു വസ്തുക്കളൊന്നും കിട്ടാത്തൊരു സാഹചര്യം വരും. അപ്പോൾ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ കച്ചവടങ്ങളും അതുപോലെ തന്നെ മറ്റു ഇടപാടുകളൊക്കെ ഇവിടെ നടക്കണം. അതിനുകൂടിയാണ് ഈ പറയുന്ന കച്ചവടം ഹലാലും പലിശ നിഷിദ്ധമാക്കിയത്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാൻ പറ്റുക.